ഹായ്, ഇന്നത്തെ റെസിപ്പി നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം കായ്ക്കറി അല്ലെങ്കിൽ കായ്ക്കറി പായസമാണ്. അതിന് വേണ്ടിയിട്ട് പത്തിരി പൊടിയിലേക്ക് ഇച്ചിരി ഉപ്പ്, വെള്ളം, ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കയ്യിൽ ഇച്ചിരി ഓയിലാക്കിയിട്ട് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുട്ടിയെടുക്കണേ. ഒന്നുകൂടി എളുപ്പത്തിന് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇടയ്ക്ക് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് പശുവും പാലാണ്. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്ത് വെച്ച പത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കടലപ്പരിപ്പ് വേവിച്ചെടുത്തതാണ്, ഉടയാതെ വേവിച്ചെടുക്കണേ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ അരക്കപ്പ് പഞ്ചസാര, പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച മാവ് ഇച്ചിരി എടുത്തിട്ട് അതിൽ വെള്ളം എടുത്ത് കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് തിളക്കുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കുക. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെ ഒരു ചട്ടുകം വെച്ച് ഇളക്കുകയാണെങ്കിൽ അടിക്ക് പിടിക്കുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ കുറുകി വരുന്നുണ്ട്, ഇത്തിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കട്ടി തേങ്ങാപ്പാൽ 3/4 കപ്പ്, 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഓഫാക്കുക. അപ്പോൾ നമ്മുടെ റംദാൻ സ്പെഷ്യൽ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്